അതെങ്ങനെ മക്കളെ ശരിയാവുക? അമ്മായിയുടെ കാലശേഷം എന്ന് വെച്ചാ മതി. കുടുംബ സ്വത്തല്ലല്ലോ. അമ്മാവൻ അമ്മായിയുടെ പേർക്ക് വാങ്ങിച്ചതല്ലേ. അമ്മായിക്ക് എന്താ വേണ്ടത് ചെയ്യാന്നേ. ഞാൻ വക്കീലിനോട് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞതല്ലേ. നീ പറയണത് എനിക്ക് മനസ്സിലാവണുണ്ട്. നിനക്കറിയോ, പണ്ടിവിടെ ഇടിഞ്ഞു പൊളിയാറായ ഒരു ചെറിയ വീടായിരുന്നു. അത് പുതുക്കി പണിത് ഈ നിലയിലാക്കിയത് അവൻ ഒരുത്തന. അതിപ്പോ ഇവൾക്ക് മാത്രമായിട്ട് എങ്ങനെ കൊടുക്കുക? 16ാമത്തെ വയസ്സിലാവ നാട് വിട്ട്. അന്ന് ഇവൾക്ക് 6 വയസ്സ് തികയില്ല. അച്ഛനും പോയി. ക്ഷാമകാലം. അവന്റെ ഒരുത്തന്റെ മിടുക്കൊണ്ടാ ഇവളും ഞാനും ഇന്ന് ഈ നിലയിൽ ഇവിടെ കഴിയണേ. പിന്നെ കല്യാണ കാര്യത്തിന് മാത്രമേ അവനെന്നെ അനുസരിക്കാണ്ടിരുന്നിട്ടുള്ളൂ. അതിപ്പോ അവന്റെ കുറ്റമല്ല, വിധി. വിധിയോ? കണ്ണും കൈയും കാണിച്ച് മയക്കെ എടുത്തതല്ലേ ആ മൂദേവി? ആ മൂദേവിക്ക് മോനും കൊടുക്കണോ അതോ ഈ വീട്ടിലെ ഏക സന്തതിക്ക് കൊടുക്കണോ? അത് തീരുമാനിച്ചാ മതി. അമ്മായിക്കൊരു അവശത വന്ന സ്വന്തം മോളല്ലേ നോക്കാനുണ്ടാവൂ, അല്ലടി? അത് പിന്നെ ഞാൻ നോക്കണം അത്രയും വരുവോ വല്ല പെണ്ണും നോക്കിയാ? ദേ പിന്നെ നിങ്ങൾ നോക്കിയേ, ഞാനേ വീടും കുടുംബമില്ലാത്തവനായിട്ടല്ല, നല്ല അസല് കളരിക്കുറുപ്പാ. ഈരേഴത്ത് തറവാട്ടിൽ ഇന്നും 50 ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നിങ്ങളുടെ മോനെ പോലെ വീടും കൂടി ഇല്ലാത്തൊരു പെണ്ണിനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയാലേ എന്റെ അമ്മ ചൂലെടുക്കും, ഇല്ലടി? നീ കണ്ട? അല്ലെങ്കിൽ തന്നെ വന്നു കയറിയ പെണ്ണിന് തറവാട് കൊടുക്കുന്നത് നായന്മാരുടെ ഇടയിൽ കേട്ടുകേൾവി ഉണ്ടാ? ഇതെന്താ മാപ്പിള കൂടിയാ? അയ്യേ. വീട് നിങ്ങൾക്ക് എന്നെ തരാം. എന്തായാലും അവനറിയാതെ ഞാൻ ഒപ്പിടില്ല. മാത്രമല്ല മുഴുവൻ സ്വത്ത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ലക്ഷ്മിക്കാണെങ്കിൽ ഒരു പുല്ലുമില്ല. അവനെ അവളെ വഴിയാധാരമാക്കാൻ പറ്റുമോ എനിക്ക്? ആദ്യം പറ്റത് അവനെയല്ലേ. കണ്ടോടി, മുഴുവൻ ചോദിച്ചോണ്ടല്ലേ ഇത്രയെങ്കിലും ഒത്തേ. എന്തൊരു ബുദ്ധി എന്റെ കുട്ടന്. ിയാക്കലടി. കമ്പി കിട്ടിയപ്പോ ഞാൻ പേടിച്ചു കേട്ടോ. അല്ല, എത്രയാ? 10 റുപ്യ. ഞാൻ ഗൾഫിൽ നിന്നൊന്നും വരില്ല കേട്ടോ, ഇവിടെ പട്ടാളത്തിലാ. അയ്യോ ഏട്ടൻ, ഏട്ടൻ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണോ? കഴിഞ്ഞ വേണോ വന്നപ്പോ എന്തോ ഒരു തടിയായിരുന്നു. ഇവിടെ എന്റെ മേല് മുഴുവൻ വേദനയാ. ബർത്തും സീറ്റും ഒന്നും കിട്ടിയില്ലെന്നേ, ഇറ്റാർജ് വരെ നിൽക്കുകയായിരുന്നു. വേണ്ട, വാ. ഇടിക്കാണ്ട് പോകുന്നേ. അപ്പു, നിന്നെ എവിടെയല്ല അന്വേഷിക്കുന്നു ഞങ്ങള്. ആ രാജൻ മേനോനില്ലേ, SSUവിന്റെ നേതാവ്, അവൻ ഗോപിനാഥ് സാറുമായിട്ട് ആ സ്റ്റാഫ് റൂമിൽ സംസാരിച്ചോണ്ടിരിക്കുന്നേ. പുറത്തു നിന്നുള്ള ഗുണ്ടകളും നേതാക്കളും കോളേജിനകത്ത് കയറി പ്രവർത്തിക്കാൻ അനുവദിച്ചുകൂടാ. എല്ലാ വർഷവും അവർക്ക് പതിവുള്ളതാ. പുറത്തു നിന്നുള്ളവരും പഴയ നേതാക്കളും വന്ന് കോളേജിനകത്ത് കയറി രാഷ്ട്രീയ പ്രവർത്തനവും ഉണ്ടായിച്ചു. നമുക്ക് ഇന്ന് ഇത് അവസാനിപ്പിക്കണം. രാജമേനോന് നിനക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. ഗോപിനാഥ് സാറല്ലേ എന്റെ ശത്രു, അയാളെ നമുക്കൊന്ന് ശരിയാക്കണം. വാ വാന്നേ. അതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, അത് ശരിയായ ഏർപ്പാടല്ല. അതുകൊണ്ടാ പറഞ്ഞത്. രാജൻ, 71-ലെ കൽക്കട്ട കണ്ടവനാണ് ഞാൻ. സ്വന്തം അനിയനെ കൺമുന്നിലിട്ട് കുത്തിക്കൊല്ലുന്നത് നിസ്സഹായനായി നോക്കി നിന്നവനാണ് ഞാൻ. താൻ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കരുത്. മാഷേ, ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാര്യങ്ങളെ കാണുന്നതുകൊണ്ടാണ് മാഷ് ഇത്ര സെന്റിമെന്റലാവുന്നത്. മാഷെ പോലുള്ള വ്യക്തിവാദികൾക്ക് എന്നും പറ്റാറുള്ള പാളിച്ചയാണിത്. വർഗസമരത്തിന്റെ ഭാഗമായിട്ട് വേണം ഇത്തരം കാര്യങ്ങളെ കാണാൻ. അതാണ് ശരി, സത്യം. യു ആർ റിയലി ക്രൂവൽ. അബ്സല്യൂട്ട്ലി നോ സർ. ഇൻ ഇറ്റ്സ് എക്സ്ട്രീം എവറിങ് ബിക്കംസ് ഇറ്റ്സ് ഓപ്പോസിറ്റ്. മനുഷ്യവർഗത്തോട് മുഴുവനുമുള്ള ഞങ്ങളുടെ കാരുണ്യം മാഷെപ്പോലുള്ള വ്യക്തിവാദികളായ അരാഷ്ട്രീയ ബുദ്ധിജീവികൾക്ക് ക്രൂരതയായി തോന്നുന്നതിൽ യാതൊരു അത്ഭുതമില്ല. രാജൻ, ഞാൻ അടുത്ത വർഷം റിട്ടയർ ചെയ്യുകയാണ്. എനിക്കൊരപേക്ഷയുണ്ട്. ഈ വർഷമെങ്കിലും ഈ കോളേജിൽ നിങ്ങൾ ചോര വീഴ്ത്തരുത്. രക്തപങ്കിലമല്ലാത്ത ഒരു വർഷമെങ്കിലും എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മരിക്കുമ്പോഴെങ്കിലും എനിക്ക് അഭിമാനിക്കാൻ പ്ലീസ്. ഇതെന്നാ സാറേ, കളി ഇത്രത്തോളമായോ? പുറത്തു നിന്നുള്ള ഗുണ്ടകളെ കോളേജിനകത്ത് കടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് റൂമിനകത്ത് വിളിച്ചിരുന്നോ? ജെയിംസ്,
മിസ്റ്റർ ജെയിംസ്, ഞാൻ ഗുണ്ടായുസത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നും വന്നതല്ല. മാഷെ കാണാൻ മാത്രം വന്നതാ. പഴയ ഗുരുശിഷ്യ ബന്ധം ഒന്ന് പുതുക്കാൻ, അത്ര തന്നെ. താൻ ഉടനെ കോളേജിന് വെളിയിൽ പോണം. നോ, നിങ്ങൾ നമ്മളുടെ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. പക്ഷെ രാജന്റെ ഗസ്റ്റാണ്, അയാളെ ഞാൻ പുറത്തു വിട്ടോളാം. അല്ല, സാറവരുടെ ആളാണെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. ഞങ്ങൾ പ്രിൻസിപ്പലിനെ കണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് വരുന്നത്. ബഹളം ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പറഞ്ഞത് സത്യമാണ്. ഞാൻ പോവുക. രാജൻ, എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ. പൊളിറ്റിക്സ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ പൊളിറ്റിക്സിൽ നിന്ന് വിട്ട് വ്യക്തിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് മരിക്കും മുമ്പെങ്കിലും മാഷ് മനസ്സിലാക്കിയാൽ നന്ന്. പ്രസംഗിക്കാതെ പോടാ. ആദ്യമായിട്ടാണ് സാരൻ. ജെയിംസ്, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ തീർത്തു പറഞ്ഞേക്കാം. ഈ അപ്പൂനെ പോലെയുള്ള റൗഡി എലിമെന്റ്സിനെ കൂട്ടുപിടിച്ചാണ് നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല. എന്താണ് പറഞ്ഞേ?